ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതാണ് ഗൈസ്, നോക്കൂ, ഫൈനലി നമ്മളങ്ങനെ വീട്ടിലേക്ക് പോകുന്ന വഴിക്കാണ്. നമ്മുടെ ലക്ഷ്യസ്ഥാനമായ റാഞ്ചിയാണ് നമ്മുടെ ലക്ഷ്യം. നമ്മളിപ്പോൾ ഉള്ളത് ബീഹാറിലാണ്. ബീഹാറിൽ നമ്മൾ നന്നായിട്ട് സ്പീഡ് ഓടിച്ചോടിച്ച് പോവാണ്. പരമാവധി നമ്മൾ ഓടിച്ച് തീർക്കാൻ വേണ്ടി നോക്കട്ടെ. ബീഹാർ എത്ര ഓടിച്ചാണ് കിലോമീറ്റർ അറിയുന്നില്ല. അതായത് നമ്മൾ ഇത് നോക്കിയേ, ഈ ഫ്രണ്ടിലേക്കൊക്കെ 2 വരിയല്ല, ഏത് വരിയാന്ന് പറഞ്ഞാലും ഇവരുടെ രീതിക്കേ കാര്യങ്ങൾ ചെയ്യത്തുള്ളൂ കേട്ടോ. ഒരു പെട്രോൾ പമ്പ് ടോയ്ലറ്റിൽ പോലും ഇവിടെ പോകാൻ പറ്റൂല. ഒരു പെട്രോൾ പമ്പിലെ ടോയ്ലറ്റ് പോലും വൃത്തിയല്ല. ചവറ്റ് തുപ്പി ബാത്റൂമിൽ പോയിട്ട് വെള്ളം ഒഴിക്കാതെ കഷ്ടം തന്നെയാണ് ഇവിടുത്തെ അവസ്ഥ. അതായത് ഒന്നാമത്തെ കാര്യം, വണ്ടിയൊന്നും വഴിയൊന്നും മാറി തരുമൊന്നുമില്ല കേട്ടോ. നമ്മൾ ഇതേപോലെ ഇങ്ങനെ കിടന്ന് കീറണം. എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാനൊന്നും പറ്റുമൊന്നുമില്ല. ആരും ഒരു സഹകരണം ഇല്ല. അങ്ങോട്ടും ഇങ്ങോട്ട് ഫാസ്റ്റ് ട്രാക്കിന്റെ അകത്ത് സ്ലോയിൽ പോകും. റോങ് പീപ്പിൾ വരുന്നു. റോങ് സൈഡിൽ കൂടിയിട്ട് അത് അപ്പുറത്ത് വേറെ വഴിയുണ്ട്. വേറെ കാര്യമുണ്ട്. അത് സ്കൂൾ ബസ്സാന്ന് നോക്കണം. പിള്ളേരെ കേട്ടിരുന്നേ. നമ്മുടെ വണ്ടിയുടെ എണ്ണ പൂർണ്ണമായിട്ടും തീർന്നു. പറ്റി തമ്മിപ്പേദം തൊമ്മൻ ഇതാട്ടോ. നല്ല 5000 രൂപ അടിച്ചാൽ കേട്ടോ. ഒരു രീതിയിലുള്ള സംഭവമില്ല. ബാത്റൂമിലൊന്നും പോകാന്ന് വിചാരിക്കണ്ട. ഒന്ന് ബാത്റൂം പോയി നോക്കിയാലോ? ഇന്ത്യനോലായിരുന്നു ബാത്റൂം കൊള്ളൂല. അമ്മേ ബാത്റൂം കൊടുക്കൂല, കൊള്ളൂല. ഇത് വൃത്തിയാക്കി സൂക്ഷിക്കൂല. നമുക്കേ എണ്ണ അടിച്ചേക്കാം. അതായിരിക്കും തടിക്കും എല്ലാത്തിനും നല്ലത്. ഇപ്പോൾ വണ്ടി മുന്നോട്ട് പോകുന്നുണ്ട്. എത്ര ലിറ്റർ അടിക്കണം? 5000 രൂപയുടെ സാധനം അടിച്ചാൽ മതി. അവിടെ കടയുണ്ട്. വെള്ളം 5000 पाँच सर 5000. आप इधर का नहीं है? 5000 രൂപ എണ്ണ. आपका है? 5000. പുള്ളിനെ പറഞ്ഞ് മനസ്സിലാക്കാൻ തന്നെ പാടാ കേട്ടോ. ഇവിടെ ഒരു വണ്ടിക്ക് എന്തോ പറ്റിയിട്ടുണ്ട്. നമുക്കൊന്ന് സന്ദർശിക്കാം. പെട്രോളിലും CNG ഓടുന്ന MGയുടെ ഹെക്ടർ ഞാൻ ആദ്യമായിട്ട് കാണുവാണ്. എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ലായിരുന്നു. CNG കയറ്റിക്കൊണ്ടിരിക്കുക. 92 രൂപ 1 ലിറ്റർ CNGക്ക് 1 കിലോയ്ക്കാണ് തോന്നുന്നു കേട്ടോ. ഇതെങ്ങനെയാണ് ലാഭം എന്നൊന്നും അറിയത്തില്ല. വാ, നമ്മുടെ വണ്ടിയുടെ എണ്ണ എന്തായാലും അടിച്ചു തീർക്കട്ടെ. എല്ലാവർക്കും ഒന്ന് റെസ്റ്റ് ചെയ്യണ്ടേ? പിന്നെ എല്ലാവർക്കും ഒന്ന് റെസ്റ്റ് ചെയ്യണ്ടേ? 5000 ആണോ 500 ആണോ അടിച്ചു കയറ്റുന്നൊക്കെ നോക്കണേ. ഞാൻ നോക്കിക്കോട്ടെ. ഇപ്പോൾ 22 ലിറ്ററായി. ഞാൻ നോക്കിക്കൊണ്ട് തന്നെ ഇരിക്കുക. വിശ്വസിക്കാൻ പറ്റും. നമുക്ക് ആ കടയിൽ നിന്ന് എന്തെങ്കിലും ചെറിയ സാധനം വല്ലതും മേടിക്കട്ടെ. നമുക്കിന്ന് മൊത്തം ഓടിക്കാനുള്ള. ഇനി എന്തോരം ഓടിക്കുകയാണെന്ന് അറിയാമോ? ഭക്ഷണം കഴിക്കണം. വൈകുന്നേരം ഭക്ഷണം കഴിക്കാൻ നിർത്തണം. ഇങ്ങനെ കുറേ പരിപാടികളുണ്ട്. മൊത്തം പരിപാടിയാണ്. ORS 50 രൂപ കേട്ടോ. ഗൈസ്, ഉറക്കം വരുവാണെങ്കിൽ നിങ്ങൾ ഈ റെഡ് ബുള്ളിന് വരെ ഈ ORS കുടിച്ചാൽ മതിയേ. പണ്ടൊക്കെ ഞാനിത് ഉറക്കം വന്നു കഴിഞ്ഞാൽ കുടിക്കുന്നത് മൊത്തം ഇതായിരുന്നു. എന്ത് റെഡ് ബുൾ. ഇപ്പോൾ അത് മാറ്റി മൊത്തം ഇതാക്കി. 20 ഇതത് മേടിച്ച് കൈ വെച്ചാൽ അതായിരിക്കും നല്ലത്. ഉറക്കം വരുമ്പോൾ ഓരോ മുട്ടായി വെച്ച് കഴിച്ചാൽ മതി. ഗൈസ്, ഇത് എന്നെ പഠിച്ചിട്ട് അഭിരാമി വണ്ടി എടുത്തോണ്ട് പോകുന്നു. ഡോർ തുറച്ചിട്ടില്ലല്ലോ. നിർത്ത ലിപിനെ ഓടിയാ എടിയാ. ഇതാണ് ഒട്ടകത്തിന് സ്ഥലം കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും. ഇത് നോക്കിയേ. അതെ ബൈക്ക് വേണ്ടേ? മൈക്കിളിന് കൊടുക്കുക. ബാക്കി പപ്പ എടുത്ത് ഞാൻ കൊടുത്തിട്ടുണ്ട്. മൈക്കിളിന് ഓരോ സാധനം. പപ്പ ഒരു കേക്ക് മൈക്കിളിന് കൊടുക്കുക. എന്നാ അപ്പളേ എണ്ണ കഴിച്ചു പൈസ അടിച്ചു. ഇത് നമ്മൾ പോവുകയാണ് ഗൈസ്. അതായത് നമ്മള് ഇവരെ എനിക്ക് തരാണ്ട് നോക്കി നിൽക്കായിരുന്നേ. ഇവരിറങ്ങിയ അപ്പ തന്നെ ഞാൻ കേറി. എന്താ ചെയ്യാനാ? എനിക്ക് അവസരം തരുന്നില്ല ഗൈസ്. ഞാൻ വിചാരിച്ചില്ല കേട്ടോ നിങ്ങൾ വണ്ടി എടുക്കുന്നു. ഞങ്ങൾ സാധനം മേടിക്കുന്ന സമയത്ത് നീ വണ്ടി എടുക്കുന്ന ഒരിക്കലും. ഗൈസ്, ഇനിയേ നമുക്ക് വലിയ ദൂരമൊന്നുമില്ല. ഇന്ന് റാഞ്ചി ഒരു 7 മണി 8 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മൾ ഓടിയെത്തും. റാഞ്ചി വരെ ഞാൻ ഓടിക്കും. അതിനുള്ള ഇതുണ്ടാവില്ല നിനക്ക്? സക്കീർ ഭായിനെ കുറിച്ച് അറിയാണ്ടോ? ഇപ്പൊ തന്നിട്ട് ഇഷ്ടം വരച്ചോണ്ടിരിക്കുകയാണ്. ഞാൻ കേസ് പറയാൻ വന്നേ. ചൂടെന്നൊക്കെ പറഞ്ഞ നമ്മുടെ അടപ്പ് പൂട്ടുന്ന രീതിയിലുള്ള ചൂടാട്ടോ. അതിന് നോക്കിയാൽ റോങ് വണ്ടി വരുന്നുണ്ടോ? ഏടോ ഒരു ഓട്ടോയാണെന്ന് ആലോചിക്കണേ. 47 കിലോമീറ്റർ കഴിഞ്ഞേ ഉള്ളൂ ഒരു ഡൈവേഷൻ. 47 കിലോമീറ്റർ കഴിഞ്ഞ ഒരു ഡൈവേഷൻ ഉള്ളൂ. പിന്നെ 210 കിലോമീറ്റർ ആണ് നമുക്ക് റാഞ്ചിക്ക്. ഇവര് ഈ റോങ് കയറി വരുന്നുണ്ടല്ലോ, അതെനിക്ക് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. അത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ
ഇതേ ടോമാഞ്ചറിലെ ചെറിയ ടോമിൻ്റെ കിടക്കുന്നു, നോക്കിയോ. അതെ, ടോം കിടക്കുന്നു. ഹായ്. ആ ഇന്നിത്ര പിന്നെ കെജി പിടിച്ചാട്ടോ നിൽക്കുന്ന ആശാൻ ഭയങ്കര കലിപ്പാണ്. JCB മേടിച്ചു കൊടുത്തപ്പോഴാട്ടോ ആളുടെ മുഖമൊക്കെ തെളിഞ്ഞ്. അത് വരെ ഭയങ്കര കലിപ്പായിരുന്നു. ഓ ഗൈസ്, ഇന്നലെ ഞാനേ വണ്ടി ഓടിച്ചപ്പോൾ എന്നൊക്കെയാ എന്നോട് പറഞ്ഞേ, സ്പീഡിൽ ഓടിക്ക്. ഞാൻ 60 കിലോമീറ്റർ സ്പീഡിൽ ഓടിച്ചു, നീ 40 ഓടിച്ചിട്ടുള്ളൂ. അത് മതി. പക്ഷെ നിന്റെ പോലെ പപ്പ പഠിക്കുന്നില്ലല്ലോ. ഞാൻ എന്ത് പപ്പ അടിച്ചെന്നാ, ഞാൻ നല്ല സ്പീഡ് വന്ന് 60 കിലോമീറ്റർ സ്പീഡ്, നീ 40 കിലോമീറ്റർ എഴുതേ. പക്ഷെ നമ്മൾ സേഫ് ആയിട്ട് മൈലേജ് ഒക്കെ പിടിച്ച് അത്ര പെർഫെക്റ്റ് ആയിട്ട് ഓടിക്കുന്നേ. പിന്നെ അറിയാലോ, ഓടിക്കാൻ അറിയത്തില്ലടി. അയ്യോ മോനെ മൈക്കിളെ, എങ്ങനെയുണ്ട് വണ്ടി? ഇഷ്ടപ്പെട്ടോ? പിന്നെ അല്ല, കുറച്ച് ഇന്നലെ തൊട്ട് അടിപൊളി കടിക്കോട്ടോ അത്. എടുത്ത വിഷയായി. കഴിച്ചോ കൈസ്. അതായത് നല്ല ചൂടാ കൈസ്, നല്ല ചൂട്. കിളിക്കുഞ്ഞും കൂടെ പാറിപ്പോകുന്ന സ്ഥലം കേട്ടോ. ഇതൊന്നും അല്ല, നമ്മൾ അന്ന് പോയിട്ട് ദേഹമെല്ലാം വിളിപ്പോയത് എവിടെയാണ്? അത് രാജസ്ഥാനില്. ആ ചൂടൊന്നും നോക്കാതെ ഒന്നുമില്ല. അന്ന് വണ്ടിക്ക് AC പോലും ഇല്ല, ഒരു ഫാന് പോലും ഇല്ല. വണ്ടിക്ക് AC ഉണ്ടല്ലേ? തോർത്തി ഉണ്ടല്ലോ, മനുഷ്യൻ തന്നെ മടുത്തു കേട്ടോ. അത്ര രീതിയിലുള്ള ചൂടാ. അപ്പോ സഹിക്കാൻ അപ്പുറത്തായിട്ട്. അതായത് 42 മുതൽ ഫീൽ ലൈക്ക് എന്ന് പറയുമ്പോൾ വൈകിട്ട് ആവുമ്പോൾ നല്ല തണുപ്പ്. അതെ, ഒരു 4 മണി 5 മണി. അത് ഈ ചൂട് കൂടുതലുള്ള പ്രദേശത്തെ ഒരു പ്രത്യേകതയാ. വൈകിട്ടാവുമ്പോ നല്ല തണുപ്പും രാവിലെ ആവുമ്പോണ്ടല്ലോ നല്ല ബേക്കിൽ തന്നെ പോയിരിക്കും കേട്ടോ. നല്ല രസം. പറന്നിപ്പോ ഇങ്ങോട്ട് എത്തുന്നതാണ്. ദീപിച്ചേട്ടൻ ഉറങ്ങാൻ വേണ്ടി ഈജിപ്തുകാരന്റെ അവസ്ഥ കണ്ടിട്ടാ. ഈജിപ്ത് കേട്ടോ, ദീപിച്ചേട്ടൻ ഉറങ്ങാൻ വേണ്ടി പോയതാ. അവരാണ് ഇപ്പൊ ഒരു ചവിട്ടി ഓട്ടും. ദീപിച്ചേട്ടൻ താഴെ കിടന്നു. നേരത്തെ ആരാ ചവിട്ടിയത് ഞങ്ങൾ കണ്ടായിരുന്നു. ഇന്നലെ ആരാ ചവിട്ടിയത് ഞങ്ങൾ കണ്ടായിരുന്നു. ബ്രേക്കാ കാലി ചവിട്ടുള്ളൂ, നിനക്ക് അറിയാന്നല്ലേ? എനിക്ക് ചവിട്ടാൻ അറിയത്തില്ലല്ലോ. ബേക്കിൽ ഹോണൊക്കെ അടിക്കും, നീ ഒന്നും ശ്രദ്ധിക്കുന്നു വേണ്ട, നീ വിട്ടോ. ഈ കാണുന്ന ഈ ഒരു വഴിയുടെ ഒരു മെയിൻ പ്രത്യേകത വെച്ചാല്, ഒന്ന് റോങ്, ഒന്ന് 20 പേരെ കൊണ്ടുള്ള ഓട്ടോ, ഇങ്ങനെയൊക്കെയുള്ള വളരെ വെറൈറ്റി കാഴ്ചകൾ കാണാം. പ്രത്യേക ഒരു സാധനം ടുക് ടുക്. അവര് പിന്നെ ഇതിന്റെ രാജാവാ. അവര് ചില സമയത്ത് വണ്ടി മാറ്റി തരുമല്ലടി, ഇങ്ങനെ പിടിച്ചു നിർത്തും. നമ്മളെ ചീത്ത വിളിക്കും അവര്. ആന്നേ, വേറെ ഉണ്ട്. രാവിലെ ഓടിക്കണ അതിലും പ്രശ്നമുണ്ട്. രാവിലെ ഓടിക്കണ ഈ റോഡിന്റെ സൈഡിലൊക്കെ ഈ ചേട്ടന്മാര് ബാത്റൂമിൽ വരാൻ വേണ്ടി കുപ്പിയും കൊണ്ട് വരും. നമ്മളുണ്ടല്ലോ ഈ വഴി പോകുമ്പോ 500 കിലോമീറ്റർ നമ്മൾ കൂടുതൽ ഓടിക്കണം. പക്ഷെ അപ്പുറത്തെ വഴി പോകുമ്പോണ്ടല്ലോ കുറവാണെങ്കിലും ആ പെട്രോൾ അടിക്കുന്ന പൈസ മൊത്തം ഉണ്ടല്ലോ അവിടുത്തെ പോലീസുകാർ മേടിച്ചെടുക്കും. അത് മറ്റേ മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, UP ആ റൂട്ടാണ് വരുന്നത്. ഏറ്റവും വലിയ പ്രശ്നമുള്ള റൂട്ടാണ്. അതായത് മഹാരാഷ്ട്ര. ഒരു രീതിയിൽ അവർ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യില്ല. 10-20,000 ഒക്കെ തായോ എന്നാ പറയുന്നത്. ഏതാണ്ട് അവര് തന്ന പോലെയാ അല്ലേ? മഹാരാഷ്ട്രയിലാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം. മധ്യപ്രദേശ് പിന്നെ ആ ചെക്ക് പോസ്റ്റ് മാത്രമേ പ്രശ്നമുള്ളൂ വിചാരിക്കാം. മഹാരാഷ്ട്ര പിടിച്ചു പറയാ കേട്ടോ. ഈ റൂട്ടാകുമ്പോ അത്ര വലിയ കുഴപ്പമില്ല. ഇവിടെ ആന്ധ്രയും വെസ്റ്റ് ബംഗാളുമാണ് ഇച്ചിരി പ്രശ്നം. അത് കഴിഞ്ഞാൽ പിന്നെ വലിയ വിഷയമില്ല. ഇനിയുണ്ടല്ലോ ആന്ധ്ര അടക്കമല്ലേ, ആന്ധ്രക്ക് കേറാൻ പോവാണ്. ഇപ്പൊ ആന്ധ്രക്കല്ല നമ്മള് വരുന്നത്. ഇപ്പം ബീഹാർ കഴിഞ്ഞ ജാർഖണ്ഡ്, ജാർഖണ്ഡ് റാഞ്ചി. ഗൈസ്, അഭിരാമിയെ തോൾ കടത്താൻ പോവാണ്. കെയർഫുള്ളേ, ഒന്നും പറയുന്നില്ലേ, എനിക്ക് ഇഷ്ടം പോലെ ചെയ്യാം. ഇതൊക്കെ നോക്കണേ. എഞ്ചിൻ ബ്രേക്ക് ഒന്ന്, ഈ വണ്ടിക്ക് എഞ്ചിൻ ബ്രേക്ക് ഉണ്ടായിരുന്നു, ഊരിട്ടേക്കോ. എടി അവിടെ കയറ്റിക്കോട്ടെടി. 4-ലോ 3-ലോ കയറ്റിക്കോ. 4-ലില്ല. 4-ലുണ്ടോ? ഇല്ല, 4 റെഡാ. 3 കയറ്റിക്കോ. 3-ല് ഗ്രീൻ കത്തി കിടക്കുക. ഈ കാണുന്നതാണ് ടോള്. നമുക്ക് 70 രൂപ കേട്ടോ. കാറ്, ജീപ്പ് എല്ലാം ലൈറ്റ് മോട്ടോർ വെഹിക്കിളിനല്ല 80 രൂപ, അല്ല 115 രൂപ. കൂടുതൽ വരില്ല. ഇത് കൂടുതലേ എന്തായാലും വരാൻ പോകുന്നില്ല. വലിയ തിരക്കൊന്നുമില്ല കേട്ടോ. 2 വരിപ്പാതെയാ. സന്തോഷിക്കണ്ട. തോള് കൊടുത്തതിന് ശേഷം മൊത്തം അങ്ങോട്ട് കിട്ടുന്ന അല്ലല്ലേ 4 അല്ലേ. ഇവരെല്ലാവരും ഇപ്പൊ പണി പഠിച്ചു.
ഇപ്പൊ അവിടെ നിന്ന് അടിക്കൂടി ഗ്രീൻ കത്തും. ആ പോട്ടെ ഫസ്റ്റിലെ ഒമ്പോ കെട്ടിയതിന്റെ മുട്ട് വരെ തല്ലി പൊളിക്കുക. എന്നാ ചെയ്യാൻ ആവേശം കയറിയിട്ട്. അയ്യോ ആ ഓ എന്നൊക്കെ കാണുന്നു ഇനി. ആ പോട്ടെ സെക്കൻഡ് പോട്ടെ. ആ ആ ആ ആ പുത്ര നിന്റെ അമ്മ എന്നാ കാണിക്കുന്നേ? എടോ ഈ JCB ഇത്ര ഇഷ്ടപ്പെട്ടോ ഇതിന്? ഇതെല്ലാം നോക്കും. അതിൻ്റെ അത് കാർട്ടൂൺ കഥാപാത്രങ്ങളൊക്കെ ഉണ്ടല്ലോ. കളഞ്ഞോ? അവന് ഇഷ്ടപ്പെട്ട വണ്ടിയാണ് ഞാൻ എടുത്തു വയ്ക്കും. എന്നാലും ഞാൻ ആലോചിക്കാം, മിറുക്കിന്ന് ഇവനൊരു ഊതുമ്പം ബബിള് പോകുന്ന സാധനം മേടിച്ചാൽ വെള്ളത്തിലേക്ക് എഴുതി കളഞ്ഞില്ലേ? അവൻ ഏതാ സാധനം എന്ന് ആലോചിച്ച് നോക്കിയേ. ആ കലി ഭയങ്കര കൂടുതലാണ്. 5 വർഷം മുമ്പേ ഞാനും എൻ്റെ അനിയനും ഓമിനിയിൽ ഈ പാതകൾ പിന്തുടർന്നപ്പോൾ നമ്മൾ ഒരിക്കലും വിചാരിച്ചല്ല ഇങ്ങനെയൊക്കെ ബസ്സിനൊക്കെ ഇതിലെ വരാൻ പറ്റുമെന്നൊക്കെ. അന്നെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ഒരു അത്ഭുതമായിരുന്നു കൊറോണ സമയത്ത്. ഇപ്പം നമ്മൾ ഇപ്പം എത്രാമത്തെ പ്രാവശ്യമാണോ? 4-5 യെസ്. നമ്മളിനിപ്പോൾ അധികം താമസിക്കില്ല കേട്ടോ. നമ്മൾ യൂറോപ്യൻ യാത്ര ഉടനെ തന്നെ സ്റ്റാർട്ട് ചെയ്യും. പാസ്പോർട്ടിൻ്റെ പിന്നെ അതേപോലെ തന്നെ നമ്മുടെ വിസയുടെ കാര്യങ്ങളൊക്കെ ഇനിയിപ്പോൾ ഇന്ന് സെറ്റപ്പ് ചെയ്താൽ മാത്രം മതിയല്ലടാ. ഇനി വലിയ ഇതില്ല യൂറോപ്പിൽ നിന്ന് വണ്ടി ഇറക്കാൻ വേണ്ടി. കറക്റ്റ് 1 മാസം. വലിയ ഫൈനാ. നേരെ പോവാണ്ടോ റാഞ്ചിക്ക്. ഇനി ഏകദേശം ഒരു 191 കിലോമീറ്റർ. അത്രേ ഉള്ളോ? അത്രേ ഉള്ളോ? അപ്പൊ ഓടിക്കാനുണ്ട്. ഫ്രണ്ടിൽ പോത്തണ്ടേ അഭിരാമിയെ? അത് ഞാൻ കണ്ടു. എന്നെ ഞാനാ വരുന്നേന്ന് പറഞ്ഞിട്ടാന്ന് തോന്നുന്നു. അവര് വേഗം മാറി. ഓ അവർക്ക് ജീവിക്കാൻ. അതെ അഭിരാമി അവിടെ വരെ 4 ലൈനാട്ടോ റാഞ്ചി വരെ. അതല്ലേ ഞാൻ വേഗം കേറി എടുത്തേ. പറ്റുമെങ്കിൽ നമുക്കിന്ന് റാഞ്ചി കഴിഞ്ഞ് നിർത്താട്ടോ. അതായിരിക്കും നല്ലത് അല്ലേ? റാഞ്ചി കഴിഞ്ഞ് നമുക്കൊരു 7:30 ആകുമ്പോൾ റാഞ്ചി എത്തും. ഒരു 10-11 മണി വരെ ഓടിച്ചിട്ട് റാഞ്ചി കഴിഞ്ഞ് നിർത്താം. പിന്നെ പെട്ടു. അവിടെ പകലാവുമ്പോ ഭയങ്കര തിരക്കാ റാഞ്ചിയില്. അങ്ങോട്ടും കൂടെ കൊറേ 4 ലൈനും കാര്യങ്ങളും പിന്നെ അങ്ങോട്ടും ഡൈവേർഷൻ ഒക്കെ ഉള്ള കാരണേ അത് നമുക്ക് രാത്രി തന്നെ കടത്തിയിരിക്കുന്നതായിരിക്കും നല്ലത്. നമ്മളുണ്ടല്ലോ ആ നേരെ കാണാൻ മലനിരകളുണ്ടല്ലോ, അതുണ്ടല്ലോ ജാർഖണ്ഡിന്റെ ഭാഗമാണെന്നാട്ടോ എനിക്ക് തോന്നുന്നേ. എനിക്ക് എന്താ തോന്നുന്നേ? ജാർഖണ്ഡ് ആണ് എന്റെ വിശ്വാസം. അങ്ങനെ ബോർഡർ വരാൻ സാധ്യതയുണ്ട്. ബോർഡർ ഉണ്ടോ? ആണോ? ദീപ് ചേട്ടൻ തോന്നുന്നു ജാർഖണ്ഡ് തന്നെയാണോ? എല്ലാരും പറയുന്നത് ഓപ്ഷൻ A-യും B-യും 2 ഒക്കെ ജാർഖണ്ഡ് തന്നെയാണ്. ആണോ? ഓ അത്രയ്ക്ക് വേണോ? നമുക്ക് 2-3 ഹെയർ പിൻ കയറണം. പിന്നെ അതേപോലെ നമ്മൾ നിർത്തിക്കാം അഭിരാമിയ. നമുക്ക് ബീഹാർ അതുപോലെ തന്നെ ജാർഖണ്ഡ് ബോർഡർ കടത്തണം. അതില്ല, ഈ 24 കിലോമീറ്റർ ആയിട്ട് ഞാൻ തരാം. ബോർഡർ അഭിരാമി അവിടെ നിന്ന് പോയി കഴിഞ്ഞാലേ അതല്ല, അവിടെ മണ്ടി നിന്ന് പോയാലേ നമ്മൾ അപ്പം തന്നെ അവൻ്റെ എൻട്രി ഫീസ് ഒക്കെ ചോദിക്കും. ബഗർ അവര് പറഞ്ഞാൽ നിർത്തുകയും ചെയ്യരുത്. നമ്മുടെ വഴി അതായതേ ആ 2 ബോർഡർ നമ്മുടെ മുമ്പിൽ ഒരു വലിയ വെല്ലുവിളിയാ. ഏത് ബോർഡർ കണ്ടാലും എനിക്ക് ഇഷ്ടമല്ല കേട്ടോ. ബോർഡറും പിന്നെ ചെക്ക് പോസ്റ്റിലെ പോലീസുകാരും എന്താന്നറിയത്തില്ല. ഓ ഇതെന്നെ അപ്പാപ്പനെ കാണിക്കുന്ന വഴിയിൽ നിന്ന് സൊറ പറയുന്നത്. ഹലോ പുള്ളിക്കാരൻ അവിടെ ശൃംഗാരിക്കുക കേട്ടോ, റോഡിന് നടക്കരുത് അല്ലേ ഗൈസ്. നമുക്കിനി അങ്ങോട്ട് ഇനി 2 വരിയില്ല, ഇനി നമുക്ക് 4 വരിയില്ല, 2 വരി മാത്രമേ ഉള്ളൂ. ശ്രദ്ധിച്ചോളൂ. ജാർഖണ്ഡ് നമുക്ക് കുറച്ച് അന്ന് പോയ സ്ഥലമാ കയറാൻ വേണ്ടി പോകുന്നു. നോക്കിയോ കഴിഞ്ഞു. ആ ഇനി 2 വരി കൂടിയാണ് നമ്മൾ പോകുന്നത്. കാട് കയറുന്നില്ല, കാട് കയറി നമ്മൾ ഇറങ്ങി തുറക്കുന്നുണ്ടോ പിന്നെ? ആ അത് തന്നെ ആ സ്ഥലത്തോട്ട്. അത് തന്നെ. അതായത് ഇതാണ് കണ്ടോ എഴുതി വെച്ചേക്കുന്നുണ്ടോ, വെൽക്കം ടു. കറക്റ്റ് സ്ഥലത്ത് നിന്ന് നീ വണ്ടി എനിക്ക് തന്നെ അല്ല, നമ്മുടെ കയ്യിലെ കാശുണ്ടോ, വെൽക്കം ടു ഇമിഗ്രേഷൻ ചെക്ക് പോസ്റ്റ്. തുണി കളിക്കല്ല, ഇവിടെയാണ് മറ്റേ അവരുടെ ചെക്കിംഗ് ഉണ്ടോ, ഇതിലേ കയറണം. ചെക്ക് പോസ്റ്റ് എൻട്രി കണ്ടോ, ചെക്ക് പോസ്റ്റ് എൻട്രി. അതിലെ ചെക്ക് പോസ്റ്റ് വണ്ടികളെല്ലാം കയറി മഞ്ഞ ബോർഡുകാർക്ക് ഇതിലും വെള്ള ബോർഡുകാർക്ക് ഇതിലും ചെക്ക് പോസ്റ്റിന്റെ അല്ല, ഈ ചില സ്ഥലത്ത് ഇവരുടെ റോഡുകൾ 10 പൈസക്ക് ഉള്ളൂ. കണ്ടോ ചേട്ടാ, ആ കാണുന്ന സാധനമേ
ഇപ്പം ഏറ്റവും സ്ട്രോങ് ആയിട്ടിരിക്കുന്ന 2 സംസ്ഥാനങ്ങളൊന്നും മധ്യപ്രദേശും ഒന്ന് മഹാരാഷ്ട്ര. വെസ്റ്റ് ബംഗാളിലുണ്ടായിരുന്നു. ഈ മധ്യപ്രദേശിലും മഹാരാഷ്ട്രയിലും മാത്രം അതിൻ്റെ അകത്തുള്ള കയറ്റി വിടുള്ളൂ. പേരൊക്കെ നീ മേടിക്കുമ്പോഴേക്കും ആദ്യം നമ്മൾ ബാക്കിയെല്ലാം എഴുതി മേടിച്ചോളൂ. ഇതിലങ്ങ് കടന്നു പോവാണെങ്കിൽ ആ എക്സ്പ്ലോർ വണ്ടിക്ക് ഒന്നുമില്ല കേട്ടോ. ആ എക്സ്പ്ലോർ വണ്ടിനെ പിടിക്കത്തില്ല. കാരണം എന്താണെന്നറിയാവോ? ആ എക്സ്പ്ലോർ വണ്ടിക്ക് പ്രത്യേകതയുണ്ട്, അതിന് മുൻഗണന കൂടില്ല. ഇതിപ്പോ നമ്മൾ കണ്ടോ, അതായത് ഇത് കണ്ടോ, ഈ കാണുന്ന ഇതില്ലേ, ഈ കാണുന്ന ബോർഡർ ഇതും കഴിഞ്ഞിട്ട് കഴിഞ്ഞാൽ കിട്ടി. ചാടിയെങ്ങാനും വീണ് കഴിഞ്ഞാൽ തീർന്നു കേട്ടോ. അതായത് ഇവിടുത്തെ ഒക്കെ ഒരു മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്കൊക്കെ പിന്നെ പകുതി മേലോട്ടും കൊടുക്കണം. മനസ്സിലായോ? ഇവിടെ മാത്രമല്ല, അതായത് മഹാരാഷ്ട്ര, മധ്യപ്രദേശ് ആ റൂട്ടിൽ പോയവർക്കറിയാം. മഹാരാഷ്ട്രയാണ് എൻറ്റയർലി പിടിച്ചൊരു മഹാരാഷ്ട്രയാണ്. ഈ ബീഹാർ, ജാർഖണ്ഡ് ഇവരൊക്കെ വളരെ സാധാരണക്കാരാട്ടോ. ഇവരുടെ വീടുകൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ, അതായത് ഫുൾ മൺകട്ട, അല്ലെങ്കിൽ തേക്കാത്ത, വലിയ ഉറപ്പില്ലാത്ത വീടുകളാണ്. വലിയ അടച്ചുറപ്പൊന്നും ഉണ്ടാവില്ല. ഒരു സാധാരണ രീതിയിലുള്ള വീടുകളായിരിക്കും ഇവർ കേട്ടോ. നമ്മളെ പുറത്തുനിന്ന് കാണുന്നിടത്ത് ഭയങ്കര രസമാണ്. നിങ്ങൾ അങ്ങോട്ടൊക്കെ നോക്കിയേ, നിങ്ങൾ ഓരോ വീടുകൾ ഞാൻ കാണിച്ചു തരാം. അപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ കറക്റ്റ് മനസ്സിലാവും. ആ ഇവർക്ക് കേരളം എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ്. കാരണം അവിടെ വന്നാണ് ഇവർ പലരും പണിത് കാശുണ്ടാക്കിയത്. സത്യമായ കാര്യമായിട്ടോ ഞാൻ നിങ്ങളോട് പറയുന്നത്. കാരണം ഇവിടെ ഉള്ളവർക്കൊക്കെ സാധാരണക്കാർക്കൊന്നും അത്ര വലുതായിട്ടൊന്നും ഒന്നും സമ്പാദിക്കാൻ പറ്റിയിട്ടില്ല. ചില വീടുകൾക്കല്ലേ. ഈ റോഡ് സൈഡിലേക്ക് നോക്കിക്കേ, അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാകും വീടുകളിലൊക്കെ അവസ്ഥ എന്നാന്നുള്ളത്. ഓരോ വീടുകളിലെ അവസ്ഥ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ആ ഇത് കണ്ടോ, എല്ലാം തേക്കാതെയും ഇതേ സ്കൂളായിക്കോട്ടെ, എല്ലാം അതെ, പബ്ലിക്കായിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും വളരെ മോശം. എന്താ കോൾവേള ചാത്തം കാണുന്ന എല്ലാവരും കണ്ടോ? ഇങ്ങോട്ട് തിരിഞ്ഞോ. ഇത് എവിടെ ഉണ്ടാക്കിയതാണെന്ന് ചോദിക്കരുതേ. ബോൾവേയുടെ ഫ്രണ്ട് നോക്കണം. ഷോ ആ വേഴാമ്പലിനെ പോലെ ഉണ്ട് വണ്ടി കണ്ടിട്ട്. ഗൈസ്, നമ്മളെ ബീഹാറിൻ്റെ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞുള്ളൂ. നമ്മൾ ഛത്തീസ്ഗഡിൻ്റെ കഴിഞ്ഞിട്ടില്ല, ജാർഖണ്ഡിൻ്റെ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ബീഹാറിൻ്റെ കഴിഞ്ഞ് നമ്മളങ്ങനെ ജാർഖണ്ഡിൻ്റെ ചെക്ക് പോസ്റ്റിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടുത്തെ ഒക്കെ കണ്ടോ, വഴിയിൽ ഇങ്ങനെ ആൾക്കാർ നിൽക്കും പൈസപ്പിരിവായിട്ട്. നമുക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ ആൾക്കാർ ചാടി വീഴൂല. കണ്ടോ, അവരൊക്കെ നോക്കിയിരിക്കുക. പിരിവാ ഇതാ, ഗുണ്ടാപ്പിരിവുണ്ട്, രണ്ടും ഉണ്ട്. ഓരോ സ്ഥലത്ത് ഓരോന്നാ. ഇതെല്ലാം ഷെയർ പോലീസുകാർക്ക് കിട്ടും. അല്ല, ഇതെന്താ സംഭവം? ഇതിപ്പോ നമ്മൾ ജാർഖണ്ഡിലെ പിരിവ് കഴിഞ്ഞ് നമ്മൾ നേരെ ജാർഖണ്ഡിൽ ഇപ്പോഴെത്തിയത്. ബീഹാറിലാണ്. ഇപ്പൊ മനസ്സിലായ റോഡ് എന്നാ പൊളിഞ്ഞത് ഇവര് ടാർ ചെയ്യാത്തതെന്ന്. വണ്ടി അധികം പയ്യല്ലേ പോളൂ. ഇവിടെയാണ് നമ്മൾ അന്ന് തുണി അലക്കിയത്. ഇനി ഞാൻ വേറെ സാധനം കാണിച്ചു തരാം. ദേ അങ്ങോട്ട് നോക്കിയേ, അവിടെയാണ് നമ്മൾ ഭക്ഷണം വെച്ച് കഴിച്ചത്. ഓർക്കുന്നുണ്ടോ? ആ മറ്റേ അവിടെ കൊണ്ട് മണ്ണടിച്ചടാ, ക്ലോസ് ആക്കി. അത് ക്ലോസ് ആക്കി. അതെ, അവിടെ മൊത്തം ക്ലോസ് ആക്കി കളഞ്ഞു. ഇതാ ദിവസങ്ങൾ കൊണ്ട് എല്ലാം മാറുന്നു. എല്ലാവരും മേലും വണ്ടിയൊക്കെ ഇറക്കി താന്ന് കാണും. താഴായിരിക്കണം മണ്ണടിച്ച്. നമ്മളെ കാട് കയറാൻ വേണ്ടി പോവാ. വലിയ കാടൊന്നുമില്ല, ചെറിയൊരു കാട്. ആ അതിന് പോകുന്ന വഴിക്ക് ഉരുളക്കിഴങ്ങല്ല അത്. ഞങ്ങളത് ഇറങ്ങി നോക്കി, അത് വേറെ സൈസ് ഡിഷാണ്. അതായത് നമ്മളങ്ങനെ ചെറിയ കാട് കയറാൻ വേണ്ടി പോവാണ്. ഭയങ്കര മോശമാണ് റോഡ്. ഭയങ്കര മോശം എന്ന് വെച്ച് കഴിഞ്ഞാൽ തല്ലിപ്പൊളി റോഡാണ്. കണ്ടോ, ഓരോ സ്ഥലവും ഇതേപോലെ പൊളിഞ്ഞു കിടക്കും. ഇനി അങ്ങോട്ട് ഈ ഹെയർ പിൻ കയറുന്ന എല്ലാം ഇതേപോലെയുള്ള തല്ലിപ്പൊളി റോഡ് കൂടെയാണ്. ഇത് കഴിയുമ്പം കുറച്ച് നല്ല റോഡ് കിട്ടുമേ, പിന്നെ വീണ്ടും തല്ലിപ്പൊളി റോഡാവും. അതാണ് അവസ്ഥ. കൂടുതലും ട്രക്കുകളാട്ടോ ഈ റോഡിൽ. ഇവിടെയല്ലേ എൻ്റെ അമ്മോ ട്രക്ക് വരുന്ന വരുമെന്ന് നോക്കിയേ. അങ്ങോട്ടുള്ള പൊടി നോക്കിയാൽ ട്രക്ക് അടിച്ചിട്ടുള്ള പൊടി ഒന്നും കാണാൻ പറ്റുമോ? നമ്മുടെ ചില്ലെല്ലാം ക്ലോസ്. പക്ഷെ എന്നാലും കേറുകൂടി ഇതെന്നെ കാണിച്ചു വെച്ചവൻ. ആടാ ഫുള്ള് പൊടി മാറ്റി കളഞ്ഞടാ. ആ മുന്നിലോട്ട് പെട്ടെന്ന് കയറിയത് അവനെ. ലോറി കടന്നപ്പോളേ സൈഡില്ലല്ലോ, വണ്ടികൾ എഴയും കേട്ടോ, ലോറികളെല്ലാം എഴയും. ഫ്രണ്ട് കയറിയിട്ട് കാര്യമൊന്നുമില്ല അവന്. ദൂരെ വണ്ടി ഇറങ്ങി വരുന്നത് നോക്കിയേ, 1-2 വണ്ടി. ഏറ്റവും കൂടുതൽ ഈ റൂട്ടില്ല AP ആട്ടോ കൂടുതൽ. പിന്നെ AP അല്ലേ? ആ ഏറ്റവും കൂടുതൽ ആന്ധ്രാപ്രദേശിന്റെ വണ്ടികൾ നോക്കിയേ. ഓളോ
കട്ടാക്കി തരുമായിരിക്കും. അവിടുന്ന് ഇറങ്ങി വരുന്ന ഗ്യാപ്പിൽ നമുക്ക് ടയർ പൊട്ടിയാക്കി നോക്കടാ. പൊട്ടി കീറിപ്പോയല്ലേ? ആ ടയർ എത്ര പൊട്ടിപ്പോയി. കഷ്ടമുണ്ട് കേട്ടോ. ഒരു ടയറിന് 50,000 രൂപ വെച്ച് 1,00,000 റുപ്യ. ഗൈസ് ഇവിടെ സ്ഥിരം ഓരോ ട്രക്കുകളായിട്ട് മറിയും കേട്ടോ. കണ്ടോ ഒന്ന് ഇറങ്ങി പോകുന്ന സൈഡ് ഇറങ്ങി വന്ന അമ്പോ എന്തോ വലിയ ലോഡായിട്ട് വന്ന ട്രക്കാട്ടാ. പിന്നെ ഉറങ്ങി ഏതാടി ബീഹാറാ? WB വെസ്റ്റ് ബംഗാൾ. അവിടുന്ന് തന്നെയുള്ള വണ്ടിയാണല്ലോ വന്ന് എടുക്കാൻ വേണ്ടി. വളമാണോടി? ഓ ഇത് ട്രൗസർ കയറിപ്പോയി വണ്ടിയുടെ. ഇത് ഉറക്കമില്ലായ്മയാണ് ഇവരുടെ പ്രശ്നം. രാത്രി കള്ളും കുടിച്ച് വർത്താനം പറഞ്ഞ് ഫോണിനും കളിച്ചിരിക്കും. അത് വണ്ടി എടുക്കാൻ നേരത്ത് നേരെ പോയിട്ട് തട്ടും. ഗൈസ് ഇവിടുത്തെ ഒക്കെ ഒരു മെയിൻ പ്രശ്നം ഞാൻ പറഞ്ഞുതരാം. ഇവിടെയുള്ള എല്ലാ ധാബകളിലും ഒട്ടുമിക്ക എല്ലാ ഹോട്ടലിലും കള്ള് കിട്ടും. ഇവരെല്ലാം വെള്ളവടിയാണ്. കള്ളില്ലാത്ത സ്ഥലത്ത് ആരും ഭക്ഷണം കഴിക്കാൻ നിർത്തൂല. അതെ കള്ള് വേണം ഭക്ഷണം കഴിക്കണേല്. കള്ളു കുടിക്കുക, ഉറക്കമില്ലായ്മ, ഫോണിക്കളി. ഇവർ ഉറങ്ങൂല കേട്ടാ. ഇതൊക്കെയാണ് ഇതിൻ്റെ അകത്ത് ഏറ്റവും വലിയ വിഷയങ്ങൾ. എത്ര വണ്ടി കണ്ടു. എല്ലാ വണ്ടിയും ഞങ്ങൾ നിരീക്ഷിച്ചപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായതാട്ടോ. ഈ ജാർഖണ്ഡിലെ ഞാൻ കണ്ടമാനം പെരുമ്പാമ്പുണ്ട് കേട്ടോ. പെരുമ്പാമ്പ് പോലെ എന്തോരം റോഡിൽ ചത്ത് കിടക്കുന്നത്. പിന്നെ അത് കൂടാതെ നമ്മൾ പോകുന്ന വഴിക്ക് രാത്രിയിലൊക്കെ ഇതിങ്ങനെ റോഡ് ക്രോസ് ചെയ്യുന്ന കാണാം. ബൈക്കുകാർക്ക് രാത്രിയില്ല പോകുന്ന അത്ര നല്ലതല്ല കേട്ടോ. പിന്നെ ഈ പാമ്പിനെ ഈ റോഡിൽ കൂടെ സ്പീഡിൽ പോകാനുള്ള ഇതില്ല. അങ്ങനെ വരാൻ നേരത്ത് വണ്ടി കയറുന്നത് അങ്ങനെ കാണുന്നത് എല്ലാം ഇവർ ഈ ബീഹാറി ട്രഡീഷണൽ ഭക്ഷണം ഉണ്ടാക്കുന്ന കടകളാണ്. ഈ കാട്ടിൽ മൊത്തം ഇവരൊക്കെ അത് കഴിക്കാൻ വേണ്ടി നിൽക്കുന്ന. അത് എന്നാ സാധനം എന്നറിയാവോ? നോക്കിയ ബ്ലോക്ക് നോക്കിയടാ. ഒരു സെക്കൻഡ് കൊണ്ട് വന്ന ബ്ലോക്ക്. ബ്ലോക്കാ റാഞ്ചിക്ക് 166 കിലോമീറ്റർ. റാഞ്ചി ടൗണ് കഴിച്ചിട്ട് നമുക്ക് ഇന്ന് നിർത്തിയാൽ മതി കേട്ടോ. തീർച്ചയായിട്ടും. അല്ലെങ്കിൽ ആ ടൗണിൽ നമ്മൾ നാളെ പെട്ടുപോകും. ഇതെന്നാ സാധനം എന്ന് പറയുന്നത് ആട്ട വെച്ചുണ്ടാക്കുന്ന ഒരു സാധനമാണ് ഈ റോഡ് സൈഡിലുള്ള. നമ്മൾ നേരത്തെ കണ്ടില്ലേ? ആട്ടയാണോ മൈദയാണോ? നമ്മൾ ഇന്നലെ കണ്ടില്ലായിരുന്നു പിന്നെ. ആ സാധനം പോലെ ഉണ്ടാക്കുന്ന സാധനം റോഡ് സൈഡിൽ പോകുന്ന വഴിക്ക് കാണാതെ. ഫൈനലി നമ്മളന്ന് കിടന്നുറങ്ങിയ സ്ഥലത്തെത്തി. തൊട്ട് ബേക്കിൽ പോലീസിന്റെ നല്ല വിശാലമായ പിരിവാണ്. ആദിത്യ മര്യാദ. ലോറിക്കാരെ മാത്രം മതി. ആ ബാഗ് കണ്ടോ? ബാഗ് നിറച്ചും പൈസ. ബാഗ് ഉണ്ടായിരുന്നു ബേക്കിട്ടെ പൈസ. ഒരു ദിവസം എത്ര പൈസ ഉണ്ടാക്കും? ഒരാൾ കുറഞ്ഞ 1,00,000 ഉറുപ്പ്യ ഉണ്ടാക്കും. ഏറ്റവും കുറഞ്ഞതല്ലേ? ഒരു മെയിൻ പിന്നെ ടോൾ ഇതൊക്കെയാണ് 1 കോടിക്ക് മേലുണ്ടാവും. പിന്നെ വേറെ കാര്യമുണ്ട്. ഈ റൂട്ട് മൊത്തം നോക്കണം 1 കോടിയുടെ മേലുണ്ടാക്കുന്നു എനിക്ക് തോന്നുന്നു. അത്രയധികം ലോറികൾ പാസ്സായി പോകുന്നുണ്ട്. ഒരാൾക്ക് ഒരു 3,000 രൂപ മേടിച്ചു കഴിഞ്ഞാൽ എത്ര പൈസയായി? അവളെ തിരക്ക് നോക്കി. ഇന്നെന്താ ഇവിടെ ആഘോഷ ദിവസം കേട്ടോ. ഇന്നിവിടെ അത് കോടതി. ഇവിടെ എന്തോ പരിപാടി ഉണ്ട്. അല്ലെ ഇത്ര തിരക്ക് വരത്തില്ല. നമ്മളന്ന് ഇവിടുന്നാണ് പച്ചക്കറിയൊക്കെ മേടിച്ചല്ലടാ ഇതിനെ. അതെ 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 അതെ. നമ്മൾ ഇവിടുന്നാണ് പച്ചക്കറി മേടിച്ചത്. 12 പഴത്തിന് 80 രൂപ. 12 പഴത്തിന് 80 രൂപ. അതെ 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 സത്യം. ഇവിടെ മസാല ദോശ കിട്ടും. കൊച്ചിന് മസാല ദോശ മേടിച്ചിട്ട് പെട്ടെന്ന് പോകണം. കൊച്ചിന് മാത്രം എന്താണെന്ന് വെച്ചാൽ കൊച്ചു കുറേ ദിവസമായില്ലേ അപ്പൊ ഭക്ഷണം കഴിച്ചു. ഒന്നും കഴിച്ചിട്ടില്ല. നമ്മൾ രാവിലെ ഒരു 2 കുക്കുമ്പറാ കഴിച്ചേ. പാവമുണ്ട്. എനിക്ക് 2 വിഷമം. നമുക്ക് ഭക്ഷണം വെക്കാം. പക്ഷെ അത് കൊച്ചു അതിനനുസരിച്ച് ഇന്ന് വെള്ളമൊക്കെ കാണിച്ച് അപ്പാ മേടിച്ചു തരാനൊക്കെ പറയുന്നത്. ആദ്യമായിട്ട് പറയുന്ന ഞങ്ങൾ വഴിയിൽ ഇന്ന് ഭക്ഷണം വെക്കാൻ വേണ്ടി കുറേ നാളുകൂടി മീൻ കഴിച്ചിട്ട് കുറേ ആയി. അപ്പോൾ ഫിഷ് മേടിക്കാൻ വേണ്ടി വാല തേതോ അച്ഛാ വാല തേതോ മീൻ മേടിക്കാൻ വേണ്ടി നിർത്തിയ കേട്ടോ. ഫിലോപ്പി കിട്ടുവാടാ. നേരത്തെ ഇടുന്ന കേട്ടോ. അതെ ജീവനുണ്ട്. 2 ജീവനുണ്ട്. അമ്പ ഇന്ന് നമ്മൾ കലക്കും. മീൻ വറക്കും. പൈസ അതായത് നമ്മുടെ വണ്ടിയിൽ വെള്ളമില്ല കേട്ടോ. അപ്പം നല്ല വെള്ളം കാണിച്ചു തരാന്ന് പറഞ്ഞു. പിന്നെ കച്ചായനാ ഗൈസ്. സ്കൂളിൻ്റെ സൈഡിലേ ഇതേപോലത്തെ ഒരു സാധനമുണ്ട്. അപ്പോൾ ഇതേ പിടിച്ച് നമ്മളിങ്ങനെ ഇതേപോലെ ആക്കിയാൽ വെള്ളം വരും. ഓ കല്ല് വരയുന്നു. നീ വെള്ളം അതിന് ഇത്രയും വെള്ളം കൂടുതലാണ്. ബ്ലോക്ക് ആയിപ്പോയി. ക്ലോസ് ആയില്ലേ? ഇപ്പൊ ഇവരുടെ സമയം അങ്ങനെ 4 മണിക്ക് നമ്മളെ സ്കൂളിൽ വിടുന്ന പോലെ ഇവർക്ക് 5 മണിയാകുമ്പോൾ വീട്ടിൽ കയറണ്ടേ? ഏടാ എന്തോരം കന്നാലികളാന്ന് നോക്കിയേ. 1-2 കന്നാലിയാണെന്ന് നോക്കിയേ. കോടീശ്വരാ കേട്ടോ. വെച്ചു കൊടുത്താരെ അവര് മാറും കേട്ടോ. വെച്ചു കൊടുക്കുന്നതൊക്കെ ഉണ്ടല്ലോ ഇതിൻ്റെ അകത്ത്. നാളെ രാവിലത്തേക്കും കൂടെ ഉള്ളു വെക്കണം. സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മൾ തന്നെ വെച്ചിട്ട് രാവിലെ കഴിച്ചിട്ട് അങ്ങ് പോവാണെങ്കിൽ നമുക്ക് നേരത്തെ വണ്ടി കൊണ്ടുപോകാം. എൻ്റെ കയ്യിലില്ല രാമി. എൻ്റെ കയ്യില് മൈക്കുണ്ടെന്ന് ഓർത്ത് ഇങ്ങനെ അടുത്തടുത്ത് വന്ന കേട്ടോ.
ഗൈസ് എന്തായാലും നമുക്ക് പക്ഷെ എനിക്ക് എന്തോടും ഇതൊന്നും തുറന്നതാ ഗൈസ് രാത്രിയിൽ ഞങ്ങൾ ഭക്ഷണം വെക്കുമ്പോഴേ ഞങ്ങൾക്ക് വെട്ടം കിട്ടുന്ന ഇങ്ങനെ കേട്ടോ, റിവേഴ്സും കിട്ടും. അപ്പം അത്യാവശ്യം കുക്ക് ചെയ്യാനുള്ള വെട്ടവും സംവിധാനമൊക്കെ കിട്ടും. 4 ലൈറ്റ് വെള്ളം കത്തും കേട്ടോ. നമ്മുടെ മീൻകറിയായി, ദേ മീൻ വറുത്തതായി, ദേ നമ്മുടെ പയറ് മെഴുക്കുവരട്ടിയായി, അങ്ങനെ എല്ലാം സെറ്റപ്പായി. ഇനിയിപ്പം നമുക്ക് കഴിക്കാം. പക്ഷെ ഇതായത് വേറെ കഴിച്ചിട്ട് വണ്ടി എടുക്കണം. അതായത് ഇതിനകത്ത് ഏറ്റവും വലിയ കാര്യം നമ്മൾ 7 പേരേ ഉള്ളൂ. ഇതിനകത്ത് 9 മീനുണ്ട്. ഒരാൾക്ക് 2 കിട്ടും. അത് ആരാരും നോക്കി വെക്കണം. ഗൈസ് നമുക്ക് എത്ര പെട്ടെന്ന് കഴിക്കാം. കഴിച്ചിട്ട് നമുക്ക് വണ്ടി എടുക്കണം. അങ്ങനെ കുറച്ച് പരിപാടിയുണ്ട്. ഇനി കുറച്ച് നോക്കൂ. ഫൈനലി നമ്മൾ അങ്ങനെ റാഞ്ചിന്ന് കുറച്ചും കൂടെ ഓടിക്കണം. നമ്മൾ ലക്ഷ്യം എന്ന് വെച്ചാൽ അത്യാവശ്യം കുറച്ച് ഓടിച്ച് റാഞ്ചി കഴിഞ്ഞ് പോവാന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ഭക്ഷണം കഴിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോ നമ്മൾ ഫ്രണ്ടിലേക്ക് ഓടിക്കണം. റാഞ്ചിക്ക് 135 കിലോമീറ്റർ ഉള്ളൂ. നമ്മൾ ഇന്നത്തെ ഫസ്റ്റ് റൗണ്ട് എണ്ണ അടി തുടങ്ങുകയാണ്. ഇന്ന് നമ്മൾ ആദ്യമായി അല്ല, ഇന്ന് 3ാമത്തെ അല്ലടാ, യാത്രയിലെ ഫസ്റ്റ്. ഞങ്ങളാണെങ്കിൽ 3ാമത്തെ കേട്ടോ. ഞങ്ങളാണെങ്കിൽ 3ാമത്തെ. നിങ്ങളപ്പോ ഉറങ്ങുമായിരുന്നില്ലേ? ഇനി റാഞ്ചിക്ക് ഇത് ഈ കാണുന്ന കിലോമീറ്റർ ഉള്ളൂ. ഇത് കഴിഞ്ഞ് കുറച്ചും കൂടെ ഓടിക്കുന്നു കേട്ടോ. എങ്കില് നാളെ കഴിഞ്ഞ് കുറച്ച് ഓടിച്ചാൽ എന്റെ പൊന്നെ ബസ് റോങ്. ഗൈസ് വലിയ തിരക്കൊന്നുമില്ല കേട്ടോ റോഡില്. അത്യാവശ്യം തിരക്കുണ്ട്. ഞാൻ വിചാരിച്ച അത്ര തിരക്കൊന്നുമില്ല റോഡില്. പക്ഷെ നമുക്ക് വിട്ടടിച്ച് പോകാനും പറ്റുന്നുണ്ടല്ലോ. 100-110. പക്ഷെ പശു ഇടയ്ക്ക് റോട്ടിൽ വന്ന് നടക്കുന്നത്, അതാ വിഷയം. പശുവിനെ ഏറ്റവും കൂടുതൽ പേടിക്കുന്നത്. പിന്നെ അതേപോലെ ഇനി ഇടയ്ക്കിടയ്ക്ക് റോഡ് പണിയും സംഭവം, പിന്നെ ട്രക്ക് കംപ്ലൈന്റ് ആയിട്ട് കിടക്കും. ഇതൊക്കെ ശ്രദ്ധിച്ചോണ്ട് കേട്ടോ നമുക്ക് വണ്ടി ഓടിക്കാൻ വേണ്ടി. അത്യാവശ്യം ഇനിയുണ്ട്, ഇനി കിലോമീറ്റർ ഓടാനുള്ളൂ. അപ്പൊ റാഞ്ചിക്ക് ഇനി 80 കിലോമീറ്റർ ഇനിയുണ്ട്. റാഞ്ചിക്ക് 80 കിലോമീറ്റർ.